ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഗൈസ്. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ആ വീഡിയോയുടെ അടിയിൽ മൊത്തം കമൻസ് ഇട്ടിരിക്കുന്നത് മലയാളികളാണ്. അതിലവർ ഉണ്ടാക്കിയിരിക്കുന്ന ഡിഷാണ് മസാക്കോ. കാര്യം നമ്മുടെ പച്ചയത്തേക്ക് അരിഞ്ഞ് വറുത്ത് ചിപ്സിന്റെ കൂട്ടാക്കിയിട്ട് ഇടിച്ചെടുത്ത് കഴിക്കുന്നതാണ് കണ്ടത്. അതായത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചിപ്സും ബീഫും കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ. എന്നാൽ ഞാൻ കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വാഴയ്ക്കാൻ മേടിച്ച് അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്ത് പൊടിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചിപ്സ് ഉണ്ടായിരുന്നു. അത് ഇടികല്ലിനകത്തിട്ട് ഇടിച്ചിഞ്ഞെടുത്ത്. നമ്മൾ പഴംപൊരിയും ബീഫും ഒക്കെ കഴിക്കത്തില്ല. അപ്പം ചിപ്സും ബീഫും കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാമല്ലോ. ആ വീഡിയോയിലും മീറ്റ് ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനും കറിയായിട്ട് എടുക്കാഞ്ഞത്. ഈ മസാക്കോ സത്യത്തിൽ ഒരു ബൊളീവിയൻ ഡിഷാണെന്നും ഇത് നമ്മുടെ പച്ചയത്തേക്ക് അരിഞ്ഞിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യാതെ എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് തടി പോലത്തെ ഉരലിനകത്തിലിട്ട് ഇടിച്ച് കുഴച്ച് മാവ് പോലെ പരുവമാക്കിയിട്ട് ഉച്ചയ്ക്ക് നമ്മുടെ ചോറൊക്കെ കഴിക്കത്തില്ല, അപ്പോൾ അതുപോലെ അവർ കഴിക്കുന്ന ഒരു ഡിഷാണെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ട വീഡിയോയിൽ ചിപ്സ് കുഴച്ച് ബീഫായിട്ട് കഴിക്കുന്നത് പോലെ തന്നെ തോന്നി. എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ കഴിക്കാനെടുത്തപ്പം കാക്കയൊക്കെ ഒന്ന് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കാര്യം അതൊന്നുമല്ല, ഇതിങ്ങനെ കുഴച്ചത് വീട്ടിലും ഇനി ആർക്കും വേണ്ടാന്ന് എനിക്കും മതി. ആ കാക്ക വരെ അവിടെ നിന്ന് ഓടിപ്പോയി. ഇനിയിപ്പോൾ ഇതെന്തോ ചെയ്യാനാ. എന്നാലും എൻ്റെ പൊന്നു മസാക്കോ.